മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോനി, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോനി, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ. എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ, ഉണരട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോനി, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. നിറയുമി ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ നിൻ മുന്നിൽ തെന്നലായൊഴുകട്ടെ. നിറയുമി ദുഃഖത്തിൻ ചുടുനെടുവീർപ്പുകൾ നിൻ മുന്നിൽ തെന്നലായൊഴുകട്ടെ. ആ പുണ്യദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ, ജനിക്കട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. നൈസ് മോനെ. ഗുഡ് ഗുഡ്. തേജസ് എന്തോ സൂപ്പർ ആയിട്ട് പാടിയല്ലോ. ചോദിക്കാന്നോ? ചോദിക്കാം. ശരത് സർ. തേജസേ, നല്ല പാട്ട്, മനോഹരമായുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ പ്രസൻസ് ആകാമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു പാത്തോസ് അവൻ നെഞ്ച് മുഴുവൻ വിങ്ങിപ്പൊട്ടി നിന്ന് പാടുകയല്ല, അതുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് ടോൺ കേൾക്കാം കേട്ടോ. മനുപല ഒന്ന് പറയാമോ? എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ ഏഴ് വർണ്ണങ്ങളും വിടരട്ടെ, വിടർത്തട്ടെ. അപ്പം അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു, എനിക്ക് കുറേ അതുകൊണ്ട് തന്നെ ഈ പാട്ട് കുറേ ഇഷ്ടമാണ്. ഇപ്പൊ പറഞ്ഞ ഏരിയ ഒന്ന് പാടാമോ? എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ.
അത് വിടർത്തട്ടെ വിടർത്തട്ടെ. വിടർത്തട്ടെ. സൂപ്പർ 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 സൂപ്പർ. വേറൊന്നുമില്ല. താങ്ക് യു സർ. ചേച്ചി തേജസ്, യെസ് മാം. ഗുഡ് സെലക്ഷൻ. താങ്ക് യു. മോനെ നല്ല നല്ല ഭംഗിയുള്ള വോയിസ് ആണ് മോൻ്റെ. എനിക്കിതിൽ ഈ പറഞ്ഞ ടൂ മച്ച് ആയിട്ടുള്ള ഒരു ഒതുക്കൽ തോന്നി വോയിസിൽ. നമ്മുടെ വോയിസ് ക്ലിയർ ആയി വരാണ്ടിരിക്കുമ്പോൾ വാക്കുകൾ ക്ലിയർ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. അലിഞ്ഞു എന്നുള്ളത് അറിഞ്ഞു എന്ന് പോലെയായിരുന്നു. ചില പാട്ട് നന്നായി പാടി മോൻ, താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മനോഹരമായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഉണരട്ടെ ഉണരട്ടെ ഫസ്റ്റ് അനുപല്ലവിയിൽ വന്ന പ്ലാൻസ് അതിന് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാൻ തോന്നി. ചരണം ആയപ്പോഴത്തേക്ക് റെഡിയായി. ആ ചരണത്തിൽ ലാസ്റ്റ് ലൈൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. കുറച്ചുകൂടി ഒരു വോയിസിന് ഒരു പ്രസൻസ് വന്നു അപ്പോഴത്തേക്ക്. അത് തുടങ്ങുമ്പോൾ മോനെ മംഗളം നേരുന്നു, വല്ലാത്ത ദുഃഖത്തിലേക്ക് അങ്ങ് അതൊന്ന് കേൾക്കണ്ടേ. അതല്ലാതെ യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഇതിൽ നന്നായിരുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. തേജസ്, യെസ് സർ. നല്ല സോങ് സെലക്ഷൻ തേജസ്, താങ്ക് യു സർ. അടിപൊളിയായിരുന്നു. പിന്നെ എന്തോ ഒരു ഭയങ്കര ഡെപ്ത് ഉള്ളൊരു കോമ്പോസിഷൻ. തേജസ്, എനിക്ക് തോന്നിയൊരു കുഴപ്പം ഞാൻ പറയട്ടെ. എല്ലാവരോടും പറയുന്ന പോലെ മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റ്, തേജസ് മൈക്ക് പ്ലേസ് ചെയ്യുന്നത് തേജസിൻ്റെ മൂക്കിൻ്റെയും വായിൻ്റെയും ഇടയിൽ എവിടെയുമാണ്. അത് ശരിക്കും വാട ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പാടി, ആ ഫസ്റ്റ് 2 ലൈൻ മാത്രം പാടിയാൽ മതി. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. ഇപ്പൊ കൂടുതൽ കേൾക്കാം, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മറ്റതിനകത്ത് ഒരു നേസൽ സ്വഭാവം കൂടെ വരുന്നുണ്ട് ആ പാടുന്നതിൽ. അപ്പൊ കൃത്യമായിട്ട് വാട ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പം നമ്മളിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണെങ്കിൽ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ കേൾക്കുമ്പോൾ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. That's it. ഓക്കെ സർ. All the best. താങ്ക് യു ഷാനിക. എം ജി സർ. തേക്കുട്ടാ, ആ യെസ് സർ. സുഖമാണോ? സുഖം സാർ. സുഖം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെ പറയണം കേട്ടോ. പാട്ടൊക്കെ രസമായിട്ട് പാടി. താങ്ക്സ്. ആ, പാട്ടിന് പ്രശ്നമൊന്നുമില്ല, അതിനകത്തുള്ള പ്രശ്നമേ ഉള്ളൂ. പാട്ട് സൂപ്പറാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ശകലം തേയ്മാനങ്ങളാണ് ഈ പ്രശ്നം. മോൻ എന്നും ആ ജീവിത പൊന്മണി എന്ന് പാടുമ്പോൾ നല്ല ഓപ്പണായിട്ട് പാടിയിട്ട് വന്നിട്ട് മംഗളം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മംഗളം വേണ്ട എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് അതും കൂടെ അതേ ലെവലിൽ കൊണ്ടുവരണം. അതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാനും അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ. അപ്പം എന്തായാലും മോൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. ഇനിയും അമാന്തിക്കരുത് കുട്ടാ, അമാന്തിക്കരുത്. വേറൊന്നുമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്ക് വയ്ക്കാം. ചേച്ചി. തേജസ്, യെസ് മാം. തേജസ് ഈ പെർഫോമൻസിന് 8.7. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. 8.6 മാർക്സ്. താങ്ക് യു സർ. ഷാനിക. ദേ കിടക്കുന്നു. സർ. എം ജി സർ. 8.8. താങ്ക് യു സർ. Okay, so total 26.1.